തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. തുടർച്ചയായിട്ടുണ്ടാകുന്ന തിരിച്ചടികളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരവസരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള അറസ്റ്റാണ്. ബാലൻസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു നാടകം, പൊളിറ്റിക്കൽ രാഷ്ട്രീയ നാടകം. ആ രാഷ്ട്രീയ നാടകം ഞങ്ങൾ വളരെ നന്നായി എക്സ്പോസ് ചെയ്യും. രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ നഷ്ടമാണ്. പാലാരിവട്ടം കേസ് ഒതുക്കാനാണ് പിണറായി വിജയൻ ഇതുവരെ ശ്രമിച്ചത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന വെറും നാടകങ്ങൾ മാത്രമാണിത്. അവർക്ക് തന്നെ അറിയാം ഇബ്രാഹിം കുഞ്ഞിന് തകരാറുണ്ട്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അവരതിനെ ന്യായീകരിക്കാൻ നിർബന്ധിതരാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ന്യായീകരണമാണിപ്പോൾ നടന്നത്. ഒടുവിൽ ഇബ്രാഹിം കുഞ്ഞ് കുടുങ്ങി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നിലെ നായകനാണ് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ നടുമധ്യത്തിൽ 10,000-കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകേണ്ട പാലാരിവട്ടത്ത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ പാലം 6 മാസം പോലും തികച്ച് ഉപയോഗിക്കാനായിരുന്നില്ല. നമുക്കറിയാം 39 കോടി രൂപയാണ് ചെലവായത് എന്നോർക്കണം. അത്രയും പൊതുപണം മുടക്കി ഉണ്ടാക്കിയ പാലം ഇപ്പോൾ പൊളിച്ച് വീണ്ടും ഉണ്ടാക്കുകയാണ്. ഇത്തരം വൻ അഴിമതി നടത്തുന്നവർ എക്കാലവും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയില്ല എന്ന സന്തോഷം ജനത്തിനുണ്ടാകാൻ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റ് കാരണമായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ കളിയാണ് സർക്കാർ കളിക്കുന്നത് എന്നാണ് കോൺഗ്രസും ലീഗും അറസ്റ്റിനോട് പ്രതികരിച്ചത്. അറസ്റ്റ് അനിവാര്യമായ നടപടിയാണോ? അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ കളിയുണ്ടോ? ഈ കാര്യങ്ങളാണ് ചർച്ച. സ്വാഗതം. CPM നേതാവ് ശ്രീ എസ് കെ സജീഷ് കോഴിക്കോട് നിന്ന് ചർച്ചയിൽ ചേരുന്നു. ശ്രീ കെ എസ് ഹംസ മുസ്ലിം ലീഗിൻ്റെ നേതാവ്, സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം മലപ്പുറത്ത് നിന്നാണ്. മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എ സജീവൻ കോഴിക്കോട് നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ കെ എസ് ഹംസയിലേക്ക് പോകാനാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം തയ്യാറാണെന്ന് തോന്നുന്നു. ഹംസ, കേൾക്കാമോ? ശ്രീ കെ എസ് ഹംസ, ഇതിന് ഈ പാലാരിവട്ടം പാലത്തിന് നിർമ്മാണത്തിൽ അഴിമതിയുണ്ട്, ആ പാലം ഉപയോഗിക്കാനായിട്ടില്ല എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നയാൾ അറസ്റ്റിലായിരിക്കുന്നു. അതിനെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ചെയ്യുന്നത് ശരിയായ കാര്യമാണോ? അധാർമികമല്ലേ അത്? സനീഷ്, ആദ്യം തന്നെ പാലാരിവട്ടം പാലത്തിൽ അഴിമതി നടത്തിയ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞാൽ അത് സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു ഒഴിവ് കഴിവ് മാത്രമായിട്ടാണ് നിങ്ങൾ കാണുകയുള്ളൂ. അത് കേൾക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് വിചാരിക്കുകയുള്ളൂ. ആളുകൾക്കൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു വീരനെ അറസ്റ്റ് ചെയ്താൽ, അവനെ കീഴ്പ്പെടുത്തിയാൽ അതൊരു സംഭവമാക്കി അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 2-3 വർഷങ്ങളായി തുടങ്ങിയ വിവാദമാണിത്. ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെയാണ് ഈ 1-2 അറസ്റ്റുകളൊക്കെ ഇപ്പം നടക്കുന്നത്. ഗവൺമെന്റ് അതിന് തക്കം കാത്തിരിക്കുന്നത് പോലെയുണ്ട്. ഈ അവസരത്തിൽ ഇവിടെ നടന്ന പ്രശ്നം അതല്ല. പാലത്ത് നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദിയായത് RDS കമ്പനി, പാലം നിർമ്മിച്ച RDS കമ്പനിയാണ്. ഈ RDS കമ്പനിക്കെതിരെ ഒരു നടപടിയും ഗവൺമെന്റ് എടുത്തിട്ടില്ല. ഒരു നടപടി ഗവൺമെന്റ് എടുത്തിട്ടില്ല. അവർക്ക് നടപടി എടുത്താൽ അവർ കരിമ്പട്ടികയിൽ പെടുത്തിയില്ല എന്ന് മാത്രമല്ല, 1000 കോടിയിലധികം രൂപയുടെ വർക്ക് ഇന്ന് സംസ്ഥാനത്ത് ഈ കമ്പനി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഉദ്ദേശശുദ്ധിയിലാണ് നടപടികളെങ്കിൽ ആ കമ്പനിയെ എന്തുകൊണ്ട് കരിമ്പട്ടികയിൽ പെടുത്തിയില്ല എന്നാണ് എൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, മാഹി തലശ്ശേരി ബ്രിഡ്ജ് തകർന്നപ്പോൾ അതിൻ്റെ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് കേരള മുഖ്യമന്ത്രി എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയിൽ തന്നെ നിയമസഭയിൽ വായിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ട് ആ നിയമം ഇവിടെ എടുത്തില്ല? രണ്ടാമത്തെ കാര്യമുള്ളത്, ഒരു ടെക്നിക്കൽ വർക്കിൽ ഒരു മന്ത്രിയുടെ റോള് എത്രമാത്രമുണ്ട് എന്ന് ഇതിനു മുമ്പ് ഒരുപാട് തവണ കേരളം ചർച്ച ചെയ്തതാണ്. ആകെ അവർക്ക് ചികഞ്ഞ് പരിശോധിച്ചപ്പോൾ കിട്ടിയത് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തു എന്നാണ്. ഈ ചെറിയ 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ 100-400 പാലങ്ങളുടെ പണി പൂർത്തിയാക്കിയ മന്ത്രി വളരെ വേഗത്തിൽ പണി പൂർത്തിയാക്കാൻ വേണ്ടി മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാൻ താഴ്ന്നു വന്ന ഫയലിൽ നിർദ്ദേശമുണ്ടായപ്പോൾ, ശുപാർശയുണ്ടായപ്പോൾ അത് അംഗീകരിച്ചു. മാത്രമല്ല പലിശക്ക് മാത്രം കൊടുത്താൽ മതി എന്ന കണ്ടീഷൻ കൂടി വെക്കുകയും അങ്ങനെ കൊടുക്കുകയും ആ പൈസ ഖജനാവിലേക്ക് പലിശ സഹിതം ബില്ലിൽ നിന്ന് രണ്ടാമത് കിട്ടുകയും ചെയ്ത ഒരു കാര്യം. അത് മാത്രമാണ് മന്ത്രിയുടെ ഒരു റോള് എന്ന് പറയുന്നത്. മന്ത്രി ഇത്രയും കാലം എത്രമാത്രം പാലം വളരെ വേഗത്തിൽ പണി തീർപ്പാക്കി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇരുന്നോട്ടെ, അതൊക്കെ ഇനി സാധാരണ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാം. പക്ഷെ എൻ്റെ ചോദ്യമുള്ളത്, 2019 നവംബർ മാസം 21-ാം തീയതിയാണ് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞത് ഇത് ഭാരപരിശോധന നടത്തി ലോഡ് ടെസ്റ്റ് നടത്തണം എന്ന് ഹൈക്കോടതി പറഞ്ഞത്.
എന്തിനു വേണ്ടിയാണ് ഗവൺമെന്റ്, ആരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയായിരുന്നു സുപ്രീം കോടതിയിൽ പോയി അതിനെ ഖണ്ഡിച്ച് വേറൊരു ജഡ്ജിമാർ ഉത്തരവ് മേടിക്കാൻ ആരോടുള്ള വാശി തീർക്കലായിരുന്നു എന്നാണ് മറ്റൊന്നറിയേണ്ടത്. അവിടെ മാത്രമല്ല, മദ്രാസ് IIT ആണ് ഈ വിഷയത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ആധികാരികമായ ഒരു ഏജൻസി. ആ മദ്രാസ് IITയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, അതിൽ കമ്പിയുടെ കുറവൊന്നും ഇല്ല എന്നുള്ളത് ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സിമന്റ് ഉപയോഗിച്ചത് കുറവുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇപ്പം നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ലോഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും കൂടി കഴിയും എന്നുകൂടി. ഒരു കാര്യം ഞാൻ ഇടപെട്ട് ചോദിച്ചുകൊണ്ട് ശ്രീ KS ഹംസ, അതായത് ഈ പറയുന്ന ചെന്നൈ IITയുടെ റിപ്പോർട്ടിൽ ഇത് കുഴപ്പമാണ്, ഇത് ഉപയോഗിക്കരുത് ഈ പാലം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന, സുപ്രീം കോടതിയും അത് ശരിവെച്ചിട്ടുള്ള സാഹചര്യത്തിലും ഭാരപരിശോധന നടത്തിയിട്ട് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം വിടണം എന്നാണോ മുസ്ലിം ലീഗ് പറയുന്നത്? അതായത് ഈ പറയുന്ന കുഴപ്പമൊക്കെ ഉണ്ട് എന്ന് ചെന്നൈ IITയും മറ്റ് വിദഗ്ധരും സുപ്രീം കോടതി തന്നെയും പറഞ്ഞിട്ടുള്ള ഈ പാലത്തിലൂടെ ആളുകളുടെ ജീവൻ, കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ആളുകളുടെ ജീവൻ പണയപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വിടണമെന്നാണോ ലീഗിന്റെ അഭിപ്രായം? ഒട്ടുമല്ല, എൻ്റെ അഭിപ്രായം അതല്ല പറയുന്നത്. ചെന്നൈ IIT റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പാലത്തിന്റെ ഉപരിതലത്തിന് മുകളിലെ സ്ലാബിലാണ് വിള്ളലുകളുള്ളത്. അതിന് ആദ്യമായി തന്നെ അത് പരിഹരിക്കുന്നതിന് മുമ്പ് ചെറിയ റിപ്പയർ ചെയ്ത് ഭാരപരിശോധന ആദ്യം നടത്തട്ടെ, എന്നിട്ട് മതി മറ്റത് എന്നാണ് ചെന്നൈ IIT പറഞ്ഞിട്ടുള്ളത്. ആ പാലം അപകടത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് ഇവിടെ പതിറ്റാണ്ടുകളിലേക്ക് വേണ്ടിയാണല്ലോ നമ്മളൊരു പാലം ഉണ്ടാകുന്നത്. ഒരു നിമിഷം, അതായത് പതിറ്റാണ്ടുകളിലേക്ക് വേണ്ടിയാണല്ലോ ശ്രീ ഹംസ നമ്മളൊരു പാലം ഉണ്ടാക്കുന്നത്. ഈ റിപ്പോർട്ടുകളെല്ലാം അവിടെ ഇരിക്കെ ഒരു സർക്കാർ സാരമില്ല, നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ടാറിട്ടതിന് ശേഷം വീണ്ടും ഓടിച്ചു നോക്കാം, ഭാരപരിശോധന നടത്തിയേക്കാം എന്ന് കരുതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ വെറുതെ ഇരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഇതിൽ അപാകതകൾ ആരെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ, അഴിമതി നടത്തിയാലും അവർ ശിക്ഷിക്കപ്പെടണമെന്ന ഉത്തമ ബോധ്യവും ആ അഭിപ്രായം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒന്ന് പറയട്ടെ. മുഖ്യമന്ത്രി ഈ പാലം ഉദ്ഘാടനത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി പാലം ഉദ്ഘാടനം ചെയ്തു നടത്തിയ ഒരു പ്രസംഗമുണ്ട്, അത് ആരും മറന്നു കാണാൻ വഴിയില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അതിന് 50% പണി പൂർത്തിയാക്കിയതെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസംഗിക്കേണ്ടായി. ഉമ്മൻചാണ്ടി പോലും 30% പറഞ്ഞപ്പോൾ കേരള മുഖ്യമന്ത്രി പറഞ്ഞത് 50% ഞങ്ങൾ. അങ്ങനെയല്ല ശ്രീ ഹംസ, അതായത് ഉമ്മൻചാണ്ടി ഒരു മണിക്കൂർ മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും അദ്ദേഹം പറയുന്നത് 30% ജോലി LDF പൂർത്തിയാക്കിയെന്നാണ്. 50% പറയുന്നില്ല, 70%വും UDF ആണ് പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ പറഞ്ഞിട്ടുള്ളതാണ്. അത് അദ്ദേഹം അത് പറയുമ്പോൾ ഞങ്ങൾ പോലും 70% പണി ഞങ്ങൾ പൂർത്തിയാക്കി എന്ന് പറയുന്ന ഒരു സമയത്ത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ അവകാശവാദം ഉന്നയിച്ചത് 50% പണി ഇടതുപക്ഷം വന്നതിന് ശേഷം പൂർത്തിയാക്കി എന്ന് പറഞ്ഞത്. അതിന്റെ തർക്കത്തിൽ എന്തോ കിടക്കട്ടെ, അത് 30% 50% ആയിരുന്നാലും ആ പണി അവസാനത്തെ പണിയാണല്ലോ. ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി എന്താണ് നമുക്കറിയാം. ആ പാലത്തിന്റെ ഫൗണ്ടേഷൻ ഒന്നും ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീ ഹംസ, ഇത് ആളുകൾ ചിരിക്കുന്നത് കേട്ടാൽ, ശ്രീ ഹംസ താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന നിർമ്മാണ കമ്പനിയെ എന്തുകൊണ്ട് കരിമ്പട്ടികയിൽപ്പെടുത്തിയില്ല? കരിമ്പട്ടികയിൽപ്പെടുത്താനൊക്കെയുള്ള ഡൽഹി ആസ്ഥാനമായുള്ള ഒരു കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ മതിയായ സമയമൊക്കെ വേണം. അതിനകത്ത് ഈ ടെൻഡർ വഴി ഈ കമ്പനി പങ്കെടുക്കുകയും ആ ടെൻഡർ മുഖേന പ്രോസസ്സ് പൂർത്തിയായിട്ട് അവർക്കാണ് ജോലി കിട്ടുകയും ചെയ്യുന്നതെങ്കിൽ അത് കൊടുക്കേണ്ടതായി വരും. അവർ കരിമ്പട്ടികയിലല്ല. ഇപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ചില പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നടക്കുന്നതിന് മുമ്പ് അവർ ഈ ടെൻഡർ മുഖേന വന്നാൽ അവർക്ക് തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ തലശ്ശേരിയോ എവിടെ വേണമെങ്കിലും പണി ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ, താങ്കൾ ഈ മാഹി തലശ്ശേരി ബൈപ്പാസ് കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞു, അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ ഹൈവേ അതോറിറ്റി നടപ്പാക്കുന്ന കാര്യമല്ലേ? അവിടെയല്ലേ കുഴപ്പമുണ്ടായിരിക്കുന്നത്? അതിന്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാവുക? ഇല്ല, സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞത് ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ശുപാർശ ചെയ്യുമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല. അത് ശുപാർശ ചെയ്യുകയല്ലേ ശ്രീ? ഞങ്ങളുടെ നാട്ടിലൂടെ പോകുന്ന ഹൈവേ അതോറിറ്റിയുടെ ഈ പാലം പോലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഈ കമ്പനിയെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് സംസ്ഥാന സർക്കാരിന് ശുപാർശ ചെയ്യാം. പക്ഷെ അവർക്ക് തടയാനൊന്നും ആവില്ല. അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതും താങ്കൾ ഈ പാലാരിവട്ടം പാലത്തിന്റെ കുഴപ്പത്തിൽ അതിനെ കുഴച്ചു ചേർത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, രണ്ടും പാലം തകർന്നതിന്റെ രണ്ട് കമ്പനികൾക്കും രണ്ട് നിയമമാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് വ്യക്തമാക്കാനാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടി ഇന്നത്തെ പത്രത്തിൽ താങ്കൾ വായിച്ചിട്ടുണ്ടാകും. അതായത് കേന്ദ്രം തന്നെയും ഈ രണ്ട് കമ്പനികളെ വിലക്കിയിരിക്കുകയാണ്. ഈ പാലം, അതായത് തലശ്ശേരി ബൈപ്പാസ്, മാഹി ബൈപ്പാസിനകത്തുള്ള പാലം താഴെ വീഴാനിടയായിട്ടുള്ള ആ കമ്പനിയെ നിർമ്മാണത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിലക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ ഇന്ന് രാവിലത്തെ പത്രം അല്ലെങ്കിൽ ഇന്നത്തെ ഓൺലൈൻ വാർത്തകളിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേന്ദ്രമാണ് നടപടിയെടുക്കേണ്ടത്. കേന്ദ്രം നടപടിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ പാലാരിവട്ടത്ത് ഈ ഇബ്രാഹിം കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കുഴച്ചെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. ഇല്ലല്ലോ,
സുഹൃത്തെ, ഇവിടെ വിഷയം അതല്ല. പാലാരിവട്ടം പാലത്തിൽ ആരഴിമതി നടത്തിയാലും അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അവിടെ ഇബ്രാഹിം കുഞ്ഞിനെ ഈ സമയത്ത് ഇബ്രാഹിം കുഞ്ഞിന്റെ റോൾ എന്ത് എന്നുള്ളത് കേരളം പലതവണ ചർച്ച ചെയ്തതാണ്. ഞാൻ പറഞ്ഞ മദ്രാസ് IIT, എന്റെ വിഷയത്തിലേക്ക് വരുന്നു. മദ്രാസ് IIT ഇതിൽ ഇന്ത്യയിൽ ആധികാരികമായ ഒരു ഏജൻസി എന്നുള്ള മദ്രാസ് IIT ആണ് ഈ വിഷയത്തിൽ. അവരുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു പാലം ഭാരപരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് മറ്റു പൊളിക്കലിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അത് നടപ്പാക്കാതെ അത് ഹൈക്കോടതിയും പറഞ്ഞു പാലം ഭാരപരിശോധന നടത്തട്ടെ എന്ന്. അത് ചെയ്യാതെ സുപ്രീം കോടതിയിൽ പോയി ഒരു ഉത്തരവ് സമ്പാദിച്ച് വീണ്ടും 10 മാസം കളഞ്ഞ അതായത് ഈ ഭാരപരിശോധന നടത്തുക എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് ഈ കമ്പനി, അതായത് നിർമ്മിച്ച് കുഴപ്പത്തിലാക്കിയ കമ്പനി പറഞ്ഞതാണ്. അവർ കോടതിയിൽ പോയി, ഹൈക്കോടതി അനുമതി കൊടുത്തു. പക്ഷേ സുപ്രീം കോടതി സമ്പാദിക്കുകയല്ല ചെയ്ത്. സുപ്രീം കോടതിയോട് എന്താണ് ഈ പറയുന്നത് നിങ്ങളെ? ഇതിനകത്തൂടെ പതിറ്റാണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകേണ്ടുന്ന പാലമാണ്. ഭാരപരിശോധന നടത്തിയിട്ട് വീണ്ടും ഇത് കൊണ്ടുപോകാമെന്നാണോ വിചാരിക്കുന്നത് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പൊളിക്കാൻ അനുമതി നൽകി. അങ്ങനെയല്ലേ ഇത് നടക്കുന്നത്? അല്ല ശനീഷ്, അങ്ങനെയല്ല സുപ്രീം കോടതിയിൽ കണ്ടത്. ഹൈക്കോടതിയുടെ വിധിയിലെ ഒരു ചെറിയ സാങ്കേതിക പിഴവിലാണ് സുപ്രീം കോടതിയിൽ പോയത്. മദ്രാസ് IIT പറഞ്ഞത് പാലത്തിന്റെ മുകളിൽ തൽക്കാല റിപ്പയർ നടത്തി ഭാരപരിശോധന നടത്തണമെന്നാണ്. ഹൈക്കോടതി പറഞ്ഞത് ആ റിപ്പയർ നടത്താതെ തന്നെ ഭാരപരിശോധന നടത്തട്ടെ എന്നാണ്. താൽക്കാലിക റിപ്പയർ നടത്താതെ ഭാരപരിശോധന നടത്താൻ കഴിയില്ല. ഈ ചെറിയ ഒരു ഗ്യാപ്പാണ് സുപ്രീം കോടതി ഗവൺമെന്റ് ഉപയോഗിച്ചത്. ഗവൺമെന്റ് വാശി തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു. മാത്രമല്ല, അത് പൊളിക്കുകയാണെങ്കിൽ അതിൽ പള്ളിയിൽ അഴിമതി നടത്തിയിട്ട് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ പിയർ ക്യാപ്പ് ഒന്നും ചെയ്യുന്നില്ലല്ലോ? പിയർ പൊളിക്കുന്നില്ല, പിയർ ക്യാപ്പ് പൊളിക്കുന്നില്ല. അതൊക്കെ അതേപോലെ നിർത്തി കേവലം 30% വരുന്ന മുകളിലെ സ്ലാബും ഗർഡറും മാത്രമാണ് മാറ്റുന്നത്. അതാണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് അവർ നിർമ്മിച്ചതാണെന്ന് മുഖ്യമന്ത്രി പോലും അവകാശപ്പെട്ട സ്ഥലവുമാണ്. ഇവിടെയാണ് ഒരു മന്ത്രിക്ക് എത്ര റോളുണ്ട്, മന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിൽ എത്രമാത്രം ധാർമ്മികത പുലർത്തിയിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതായത് ശ്രീ കെ. എനിക്ക് താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യത്തോടൊരു വേണമെങ്കിൽ നമുക്ക് ഈ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനല്ലേ ഈ അവസരത്തിൽ അറസ്റ്റ് ചെയ്ത് കളഞ്ഞത് എന്നൊരു ചോദ്യം നമുക്ക് മുന്നോട്ട് വെക്കാവുന്നതേ ഉള്ളൂ. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള ആക്ഷേപങ്ങളിൽ സർക്കാർ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സർക്കാർ ഈ സമയം തെരഞ്ഞെടുത്തത് രാഷ്ട്രീയമായിട്ട് അവർക്കുണ്ടായ ഡാമേജ് കുറക്കാനും ഒരു നേട്ടമുണ്ടാക്കാനും അല്ലേ എന്ന് ചോദിച്ചാൽ അതിൽ പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു വാദമല്ല. പക്ഷേ പാലാരിവട്ടം പാലം ഭാരപരിശോധന നടത്തിയിട്ട് അവിടെ തന്നെ ചെറിയ ടാറിംഗ് ഒക്കെ നടത്തിയിട്ട് അതിന് മുകളിലൂടെ ഞങ്ങൾ വാഹനം ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്ന് കരുതുകയാണ് ലീഗ് ചെയ്യുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ച് തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആളുകൾക്ക് അവരുടെ ജീവനും മറ്റുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ തട്ടിക്കൂട്ടിയൊരു പാലം ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലൂടെ ആൾ പോകട്ടെ, ഭാരപരിശോധന നടത്തട്ടെ എന്ന് പറയുന്നത് ശരിയല്ല താങ്കൾ ചെയ്യുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ SK സജീഷ് ഇപ്പോൾ നമ്മോടൊപ്പം വരും. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സജീവൻ, ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ അറസ്റ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനകത്തൊരു രാഷ്ട്രീയ ലാക്കുണ്ട് എന്ന ആക്ഷേപം ആളുകൾക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ താനും. പക്ഷേ ഈ ഉണ്ടായിരിക്കുന്ന ഈ കുറ്റം, ഈ പാലാരിവട്ടത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ പേരിൽ ഒരു മന്ത്രി ആയിരുന്നയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പൊതുവിൽ നാട്ടുകാർക്ക് സന്തോഷമല്ലേ ഉണ്ടാക്കുക? ഇത് ഇത്രയും വലിയൊരു അഴിമതിയൊക്കെ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നാട്ടുകാർക്ക്. പാലാരിവട്ടത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ അത് ആ പാലം ഏറ്റവും അപകടാവസ്ഥയിലാണ് എന്ന് ഈ രാജ്യത്തിൻ്റെ ഉന്നതമായ പരമോന്നതമായ നീതിപീഠം പോലും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അക്കാര്യത്തിൽ ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ, അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ആൾക്കാർ നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമാണല്ലോ അറസ്റ്റ്. ഇവിടെ സർക്കാർ പറഞ്ഞിട്ടല്ല ഇത് അറസ്റ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ഇതിൽ പ്രതിയായിരുന്ന ദീർഘകാലം വളരെ കാലത്തോളം ജയിലിലായിരുന്ന TO സൂരജിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ പ്രതിയാക്കിയതും അറസ്റ്റ് ചെയ്തതും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലാണ്. TO സൂരജ് നൽകിയ മൊഴിയാണ് ഇദ്ദേഹത്തിനെതിരെ പ്രധാനമായിട്ടുള്ളത്. ഈ കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം നൽകിയത് ഇബ്രാഹിം കുഞ്ഞാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്ന് ഈ പാലത്തിൻ്റെ ചുമതലക്കാരനായിട്ട് പ്രവർത്തിച്ചിരുന്ന TO സൂരജാണ് പറയുന്നത്. സ്വാഭാവികമാണ് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യും. ആ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താങ്കൾ നേരത്തെ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ സമയം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമായിട്ട് ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ദേശീയ BJP ആയുധമായിട്ട് അവരുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആരോപണമുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവിക ഈ കിട്ടാവുന്ന സമയങ്ങളിൽ മുഴുവൻ ഇതൊരു വലിയ ആരോപണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യാരോപണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഉപയോഗിച്ചു എന്ന് നമ്മൾ പൂർണ്ണമായി സമ്മതിച്ചാൽ പോലും ഇത്
ഈ പാലാരിവട്ടം പാലം എന്ന് പറയുന്നത് ഒരു പ്രശ്നവുമില്ലാത്തൊരു പാലമായിരുന്നു, അതിന് ചെറിയ എന്തോ കുഴപ്പം മാത്രമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പം നേരത്തെ ഹംസ പറഞ്ഞ പോലെ ഇത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാലത്തല്ല. 70% പണികളും നടത്തി അവരെ UDF ആണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു 50% ഞങ്ങളാണ്, അപ്പം മേൽഭാഗം മുഴുവൻ LDFിൻ്റെ കാലത്താണ് എങ്കിൽ അപ്പോൾ പോലെ അത് കേസല്ലാതാവുന്നില്ലല്ലോ. അത് കോടതിയിൽ വാദിച്ച് ജയിക്കാവുന്ന കാര്യമാണ്. ഇത് LDFിൻ്റെ കാലത്ത് ഉണ്ടായതാണ്. പക്ഷേ ഒരു അന്വേഷണ ഏജൻസി അവർക്ക് മുമ്പാകെ കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഇത് പറയുന്നത്. ഇപ്പോൾ സ്വപ്നയുടെ കാര്യത്തിൽ സ്വപ്ന മൊഴി കൊടുത്തതിൻ്റെ പേരിലാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. അതേപോലെ ഇവിടെ TO സൂരജ് നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി, അതെ, അതാണ് അതിൻ്റെ കാര്യം. ഞാൻ തിരിച്ചു വരാം ശ്രീ സജീവൻ താങ്കളിലേക്ക്. ശ്രീ SK സജീഷ്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞത്, PK കുഞ്ഞാലിക്കുട്ടിയും അത് ആവർത്തിച്ചപ്പോൾ ശ്രീ KS ഹംസ പറഞ്ഞ കാര്യങ്ങളും അതുണ്ട്. അതായത് ഈ പറയുന്ന 8,25,00,000 രൂപ നിർമ്മാണ കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് കൈമാറി എന്നതായിരുന്നല്ലോ. അത് മന്ത്രി പറഞ്ഞിട്ടാണ് താൻ ചെയ്തത് എന്ന് TO സൂരജ് പറഞ്ഞു. ഇതായിരുന്നല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഈ പണം, മുൻകൂർ പണം തിരിച്ചു കിട്ടി സർക്കാരിന്, പലിശയടക്കം എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ പറയുന്ന കുഴപ്പം പിടിച്ച കമ്പനിക്ക് 1000 കോടിയുടെ പണി തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലടക്കം നൽകി. അങ്ങനെയാണെങ്കിൽ അവർ കുഴപ്പക്കാരായിരുന്നുവെങ്കിൽ, പാലാരിവട്ടം കുഴപ്പമായിരുന്നെങ്കിൽ അത് നൽകാൻ പാടില്ലായിരുന്നല്ലോ എന്ന്. മൂന്നാമത്തേത്, പാലത്തിൻ്റെ ഭാരപരിശോധന നടത്തണം എന്നതിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി അതിനെതിരെ നിൽക്കുന്നു. ഇതെല്ലാം പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനുള്ള മറുപടി എന്താണ്? സനീഷ്, കുറേയേറെ കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? കേൾക്കാം. കുറേയേറെ കാര്യങ്ങൾ എനിക്ക് ചില സാങ്കേതിക തടസ്സം കൊണ്ട് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എങ്കിലും താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യക്തമായി. ഒന്ന്, മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ഈ കരാർ ടെൻഡർ വരുമ്പോൾ ആദ്യമേ തന്നെ സൂചിപ്പിക്കുക, ആർക്കും കൊടുക്കില്ല എന്ന് പറയുക, എന്നിട്ട് ഇതിലേക്ക് വരുന്ന ആളുകളെ ഒഴിവാക്കുക. അങ്ങനെ ഒരു ടെൻഡറിന്റെ ഭാഗമായി മൊബിലൈസേഷൻ അഡ്വാൻസിനെ കുറിച്ച് പരാമർശിക്കാതിരിക്കുകയും ഉണ്ടാവില്ല എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പല കമ്പനികളും ഇത്തരമൊരു നിർമ്മാണ പ്രവൃത്തിയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തതിന് ശേഷം കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് പിന്നീട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മൊബിലൈസേഷൻ അഡ്വാൻസ് ആയി 8.25 കോടി രൂപ നൽകുകയാണ്. അങ്ങനെ നൽകുമ്പോൾ സ്വാഭാവികമായും അത് കരാറിനകത്ത് ഉൾച്ചേരുന്നതാണെങ്കിൽ അതിനനുസരിച്ച് ടെൻഡർ തുക ഉൾപ്പെടെ കുറയുന്നതാണ്. കാരണം കമ്പനിക്ക് മറ്റു രീതിയിൽ നിന്ന് പണം കണ്ടെത്താതെ കമ്പനിക്ക് ആവശ്യമായ പണം സർക്കാർ തന്നെ അങ്ങോട്ട് നൽകുകയാണ്. അതായത് ഞാൻ കരാർ എടുത്താൽ ആ കരാർ പ്രവൃത്തി നടത്താൻ ആവശ്യമായ പണം ഞാൻ കണ്ടെത്തുന്നതിന് പകരം എനിക്ക് ആ പ്രവൃത്തി നൽകാനുള്ള പണം സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ തരിക. അതാണ് ഈ മൊബിലൈസേഷൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നൽകാൻ സർക്കാർ തയ്യാറാണ് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ പല കമ്പനികളും ഉണ്ടാകുമായിരുന്നു. അങ്ങനെ കമ്പനികളെ ആട്ടി ഓടിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പിന്നീട് നൽകി എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അങ്ങനെ നൽകാൻ വേണ്ടി മന്ത്രിയാണ് നിർദ്ദേശം നൽകിയത് എന്ന് TO സൂരജ് ഉൾപ്പെടെ അന്നത്തെ പൊതുമരാമത്ത് സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത്, പാലാരിവട്ടം പാലത്തിന്റെ 30% പൂർത്തീകരിച്ചത് LDF സർക്കാർ വന്നതിന് ശേഷമാണ് എന്ന് പറയുകയാണ്. ഒരു കാര്യം, ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഒക്ടോബറിലാണ്. മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് ജൂൺ മുതലുള്ള ആ കാലഘട്ടം. അതായത് ഇതിന്റെ കരാർ കൊടുത്തത് ആരാണ്? ഈ സർക്കാർ പുതിയ കരാറുകാരനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്? പാലത്തിന്റെ പണിയെടുപ്പിച്ചു എന്നാണോ ശ്രീ ഉമ്മൻചാണ്ടിയും UDFകാരും പറയുന്നത്? 2014 ആരംഭിച്ച പാലം പണി 2016 പൂർത്തീകരിച്ച് LDF സർക്കാർ വന്ന് ഏതാനും മാസം, 1-2 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ബാക്കി മുഴുവൻ ഈ 2014 മുതലുള്ള മുഴുവൻ കാര്യവും നിർവഹിച്ചത് ഇവരാണ്. എന്നിട്ട് അതിൽ എല്ലാ ഭാഗവും ഈ സർക്കാരാണ് എന്ന് പറഞ്ഞാൽ അത് ആരംഗീകരിക്കും? സജീഷ്, ഈ കമ്പനി കുഴപ്പക്കാരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും അവർക്ക് 1000 കോടിയുടെ പണി നിങ്ങൾ നൽകിയത് എന്തുകൊണ്ടാണെന്നാണ് ഉമ്മൻചാണ്ടി ചോദിച്ച മറ്റൊരു ചോദ്യം. അല്ല, ഒരു കാര്യം ഞാൻ പറയാം. നിലവിൽ ഈ കമ്പനിക്ക് LDF സർക്കാർ ഒരു കരാറും നൽകിയിട്ടില്ല. നിലവിൽ LDF സർക്കാർ ഈ കമ്പനിക്ക് ഒരു കരാറും നൽകിയിട്ടില്ല. നേരത്തെ ഉള്ള കാര്യങ്ങൾ തുടരുകയായിരുന്നു. ഇനി ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞാൽ അത് ലോകബാങ്കുമായി ബന്ധപ്പെട്ട് വന്ന ആ പദ്ധതി അവർ ഹൈക്കോടതിയിൽ പോയിട്ടാണ് ആ കരാർ നേടിയെടുക്കുന്നത്, അല്ലാതെ കേരളത്തിലെ സർക്കാരല്ല.
കേരളത്തിലെ LDF സർക്കാർ ഈ പറഞ്ഞ RDS കമ്പനിക്ക് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കരാർ പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുന്ന കാര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഞാനതിലേക്ക് അധികം കടക്കുന്നില്ല. കാരണം എന്താണ്, കേന്ദ്രമാണ് ചെയ്യേണ്ടത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുന്ന കാര്യത്തിൽ സർക്കാരിന് അഭിപ്രായ വ്യത്യാസമില്ല. ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ ഭാരപരിശോധനയെ എതിർക്കുന്നത് ഈ പറയുന്ന ഇത് പാലമങ്ങ് പൊളിച്ചു കളഞ്ഞ് ഇബ്രാഹിം കുട്ടിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അതുവഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ട് ഭാരപരിശോധന നടത്തിയില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഭാരപരിശോധന നടത്തണം എന്ന് പറഞ്ഞിട്ട് അല്ല പോയത്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇങ്ങനെ കളവ് പറഞ്ഞ എത്ര നാൾ ഈ തെറ്റിദ്ധരി ചെന്നൈ IIT ആണ് ഇതിന്റെ മദ്രാസ് IIT അല്ല, കരാറുകാർ കോടതിയിൽ പോയത്. സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയുമാണല്ലോ. ഈ പാലവുമായി ബന്ധപ്പെട്ട് പാലത്തിന് അപകടാവസ്ഥയുണ്ട്, ഈ പാലം പൊളിച്ചു പണിയേണ്ടി വന്നു, അതിന്റെ മേൽഭാഗത്തുള്ള കുഴപ്പമൊന്നുമല്ല, മൊത്തത്തിൽ കുഴപ്പമായിരുന്നു എന്ന് 97 ഗർഡറുകളിൽ വിള്ളലുണ്ടായിരുന്നു. അതുപോലെ തന്നെ 17 സ്പാനുകളിൽ വിള്ളലുണ്ടായിരുന്നു. ഭാരം കയറ്റി വാഹനങ്ങൾ പോകുമ്പോൾ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ മുന്നിലുള്ള കാര്യമാണ്. ഇതിനെ ഇവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നത് പോലെ മറക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. പാലാരിവട്ടം പാലം ജനങ്ങളുടെ മുന്നിൽ ദൃശ്യമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഏതാണ്ട് പാലാരിവട്ടം പാലം ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ. അതാണ് അതിന്റെ കാര്യം. ഞാൻ തിരിച്ചു വരാം ശ്രീ SK സജീഷ്. മറ്റേതെങ്കിലും കേസ് പോലെ അല്ലല്ലോ ശ്രീ KS ഹംസ. ഞാൻ തിരിച്ചു വരാം ശ്രീ സജീഷ് താങ്കളിലേക്ക്. ശ്രീ KS ഹംസ, മറ്റേതെങ്കിലും സംഭവം പോലെ അല്ലല്ലോ. ഇതിപ്പോ ഒരു ഭീമാകാരമായുള്ള ഒരു നിർമ്മിതി നാട്ടുകാർക്ക് മുന്നിൽ അങ്ങനെ തന്നെ വിസിബിൾ ആണ്. അതായത് അവിടെ ചെന്നിട്ട് ഇത് കുഴപ്പത്തിലാണ്, ആളുകൾ അത്രയും കാലം ഈ പാലം ഉണ്ടാകാൻ വേണ്ടി രണ്ട് വശങ്ങളിലൂടെയും ബുദ്ധിമുട്ട് സഹിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇതാ പാലം വന്നിരിക്കുന്നു, സന്തോഷകരമായി. ഞാനതിലൊരാളായിരുന്നു. അതിന് മുകളിലൂടെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ്. ഇത് കുഴപ്പത്തിലായി എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ശ്രീ KS ഹംസ. ഇവിടെ അപ്പോൾ നമ്മൾ അറിയുകയാണ് 8,25,00,000 രൂപ ഈ പറയുന്ന മുൻകൂറായിട്ട് നൽകിയത് നൽകാൻ പാടില്ല. ശ്രീ SK സജീഷ് സൂചിപ്പിച്ചു. നേരത്തെ ടെൻഡറിൻ്റെ ഭാഗമായിട്ട് പറയാത്ത ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. നിശ്ചയമായിട്ടും ഉദ്യോഗസ്ഥൻ പറയുകയാണ്, TO സൂരജ് പറയുകയാണ്, മന്ത്രി പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ കൊടുത്തത്. അറസ്റ്റ് അല്ലാതെ മറ്റു മാർഗമുണ്ടോ? താങ്കൾ തന്നെയും പറയൂ ശ്രീ KS ഹംസ. മറ്റാരെങ്കിലും ആണെങ്കിലും ഇതല്ലേ നടക്കുക? അറസ്റ്റ് അല്ലാതെ മറ്റു മാർഗമുണ്ടോ? നിങ്ങൾ രാഷ്ട്രീയ കളിയാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുമോ ശ്രീ ഹംസ? ഇവിടെ നാട്ടുകാർ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്. നാട്ടുകാർ ഇത് മാത്രമല്ല വിശ്വസിക്കാത്തത്. നാട്ടുകാർ ഈ സമയത്ത് ഇത് കുത്തിപ്പൊക്കിയതിന്റെ പിന്നിലുള്ള ചേതോവികാരം നാട്ടുകാർ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കേന്ദ്രമായി വർത്തിച്ച ഒരു സമയത്ത് അതിന് പുകമറയിടാനാണ് ഇപ്പൊ ഈ അറസ്റ്റ് എന്നും, അതുമാത്രമല്ല ഒരു യുവതയെ തന്നെ തീരാ ദുരിതത്തിലേക്ക് നയിക്കുന്ന മയക്കുമരുന്ന് കുംഭകോണത്തിൽ ഇവരൊക്കെ തന്നെ ഇവരുടെ പ്രവൃത്തികളും മക്കളെല്ലാവരും അടങ്ങുന്ന ഒരു സംഘം അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നും വ്യക്തമായ അന്വേഷണ റിപ്പോർട്ടുകൾ വന്ന സമയത്തുള്ള ഈ അറസ്റ്റ് എന്തിന്റെ പേരിലാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ട് ജനേഷ്, അതിലൊരു സംശയമില്ല. ഞാൻ നേരത്തെ അവിടെ ശ്രീ KS ഹംസ, അതൊക്കെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള കേസല്ലേ? ഈ പറയുന്നതിലാണെങ്കിൽ മയക്കുമരുന്ന് കേസാണെങ്കിൽ പലയിടത്തിലെ സിനിമാ നടിമാരടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ട കേസാണ്. ഈ കേസിനെയൊക്കെ മറക്കാൻ ഈ ഇബ്രാഹിം കുഞ്ഞിന്റെ കേസ് കൊണ്ടാകുമോ ശ്രീ KS ഹംസ? നാട്ടുകാരെ തെറ്റിദ്ധരിക്കില്ലേ? അത് തന്നെ വ്യാമോഹമാണ്. അത് മറക്കാൻ കഴിയുമെന്നുള്ളത് ഇവർ വിഡ്ഢികളുടെ സ്വർഗത്തിലായതുകൊണ്ടല്ലേ ഇപ്പൊ ഈ സമയത്ത് അതിന് മറക്കാൻ ശ്രമിക്കുന്നത്. കൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ സജീഷ് സുഹൃത്ത് പറഞ്ഞതിന് ഞാൻ വേറൊരു ഉത്തരം പറയട്ടെ. ഇവിടെ മദ്രാസ് IIT ആണ് ഹൈക്കോടതിയിൽ പോയത് എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല സുഹൃത്തെ. നിങ്ങൾ ആദ്യം കേട്ടിട്ടില്ല എന്ന് ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. ആരും പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി പോയതല്ല, മദ്രാസ് IITയുടെ റിപ്പോർട്ടിനെ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കോടതി പോയി അവരാണെന്നല്ല പറയുന്നത്. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പാലത്തിന്റെ ഉപരിതലത്തിൽ ചില റിപ്പയർ പണികൾ നടത്തിയതിനു ശേഷം ഭാരപരിശോധന നടത്താവുന്നതാണ്. അതുകൊണ്ട് ഒരു ദോഷം പാലത്തിന് വരാൻ സാധ്യതയില്ല. അങ്ങനെ ഭാരപരിശോധന നടത്തുവാൻ വേണ്ടി മാത്രം അതിന്റെ ഉപരിഭാഗത്തിൽ ചില റിപ്പയറുകൾ നടത്താം എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, അഴിമതി നടത്തി എന്ന് പറയുകയാണെങ്കിൽ ആ പാലത്തിന്റെ ഉള്ളിൽ ഉപയോഗിച്ച കമ്പികളൊന്നും തന്നെ കുറവ് വന്നിട്ടില്ല എന്നുള്ളത് പുതിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും മദ്രാസ് IIT പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് ആകെ പറയാൻ കഴിയാത്ത കാര്യം,
അവിടെ സിമെന്റ് ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. ഞാൻ ഒരു കാര്യം കൂടി ആദ്യമേ പറയട്ടെ. ഇത് ഞാൻ പറയുമ്പോൾ പാലം കേടുവന്ന് കിടക്കുന്ന പാലത്തെ ന്യായീകരിക്കല്ല സുഹൃത്തെ. പാലത്തിൽ അഴിമതി നടത്തിയത് ആരുണ്ടെങ്കിലും, അപാകതകൾ നടത്തിയവർ ആരുണ്ടെങ്കിലും അവർക്കെതിരെ തക്കതായ ശിക്ഷ നൽകണമെന്നും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ അതിലേക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു 400 പാലങ്ങൾ പണിത അതിന് നേതൃത്വം കൊടുത്ത ഒരു പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു അദ്ദേഹം. ആണ് ശ്രീ ഹംസ. പക്ഷേ 400 പാലം അദ്ദേഹം പണിഞ്ഞു, 399 നല്ല പാലങ്ങളാണ് എന്ന് കരുതുക. ഒരു പാലത്തിനകത്ത് വലിയ കുഴപ്പമുണ്ടായി, അഴിമതിയൊക്കെ നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടില്ലേ? ശരി, ആരുത്തരവാദി എന്നാണ് ചോദിക്കുന്നത്. കാരണം അതിന്റെ റിപ്പോർട്ടിൽ വിജിലൻസ് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, സൂപ്പർവിഷന്റെ അപാകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സൂപ്പർവിഷന്റെ അപാകത ആരാണ് സൂപ്പർവിഷൻ നടത്തേണ്ടത്? ടെക്നിക്കൽ സ്റ്റാഫല്ലേ, എഞ്ചിനീയേഴ്സ് അല്ലേ നടത്തേണ്ടത്? അല്ല, ടെക്നിക്കൽ സ്റ്റാഫിന് മുകളിൽ ഉത്തരവാദിത്തമുള്ള ആളായിട്ടല്ലേ നമ്മൾ മന്ത്രിമാരെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. ഇതാ നോക്കൂ രാഷ്ട്രീയക്കാരെ, നിങ്ങളെ ഞങ്ങൾ മന്ത്രിമാരാക്കുകയാണ്, വിജയിപ്പിക്കുകയാണ്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു കണ്ണുണ്ടാകണം, സൂപ്പർവിഷൻ ഉണ്ടാകണം എന്ന് പറഞ്ഞല്ലേ മന്ത്രിമാരെ പറഞ്ഞേക്കുന്നത്. ഇദ്ദേഹം കൈകെട്ടി നിൽക്കുകയാണ്, 8 കോടി 25 ലക്ഷം കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ആത്യന്തികമായിട്ട് അദ്ദേഹമല്ലേ അറസ്റ്റിലാവേണ്ടത്? അങ്ങനെ സ്വന്തം തടിക്കൊരു കേടും വരാത്ത പണിയാണ് രാഷ്ട്രീയം, ഭരണനിർവഹണം എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ വേറെ തകർന്ന പാലങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മുടെ മന്ത്രി വന്ന് രാജിവെക്കണ്ടേ? മന്ത്രിക്കെതിരെ കേസ് എടുക്കണം നിലവിലുള്ള മന്ത്രി. ഞാൻ സജീഷ് സുഹൃത്ത് നേരത്തെ പറയണ്ടായി ഞങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഒരൊറ്റ നിമിഷം, ചെറിയൊരു സാങ്കേതിക പ്രശ്നം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എസ് കെ സജീഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ചെറിയൊരു പ്രശ്നം, ഓഡിയോ പ്രശ്നമുള്ളതുകൊണ്ടാണ് ശ്രീ ഹംസ ഞാൻ താങ്കളിലേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എസ് കെ സജീഷ്, ഇവിടെ ഈ പാലാരിവട്ടം പാലം താങ്കൾ പറഞ്ഞതുപോലെ വിസിബിളായ ഒരു അഴിമതിയാണ്. ആളുകൾക്ക് മുന്നിൽ അത് കാഴ്ചക്ക് തന്നെയും അവിടെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച, ഇന്നാട്ടിൽ ഇക്കാലത്ത് നടക്കാനേ പാടില്ലാത്തൊരു സംഗതിയായിട്ട് അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്നതും സന്തോഷകരമാണ്, വളരെ സന്തോഷകരമാണ്. പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ കളിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാകെ ഒരവസരമായിട്ട് മറ്റു പല കേസുകളിലും കുടുങ്ങിക്കിടക്കുന്ന സർക്കാർ ഉപയോഗിച്ചില്ലേ എന്ന അവരുടെ ചോദ്യം ന്യായമായിട്ടുള്ളതല്ലേ? ഒരു കാര്യം ഞാൻ നേരത്തെ ചെറിയ തോതിൽ ആ കാര്യങ്ങൾ പറഞ്ഞു. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. അതായത് 2014 ആരംഭിക്കുന്ന ഈ പാലവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ഇത് എത്തിച്ചേർന്ന് 2017 ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കണ്ടെത്തുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു സ്വകാര്യ ഏജൻസിയെ വെച്ച് അത് പരിശോധിപ്പിക്കുന്നു. പിന്നീടാണ് മറ്റ് അന്വേഷണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അന്വേഷണം നടത്തി ഈ വിജിലൻസ് ഈ പാലം 2019 മെയ് മാസത്തോടു കൂടി അടക്കുന്ന സമയത്താണ് വിജിലൻസ് പിന്നീട് ഇതിൽ പരിശോധന നടത്തിയിട്ട് FIR സമർപ്പിക്കുന്നത്. 2019 മെയ്യിലാണ്. 2019 മെയ് മുതൽ നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ വർഷങ്ങളായി നീണ്ടു പോകുന്ന ഒരു കേസൊന്നുമായി ഈ കേസ് മാറിയിട്ടില്ല. ഘട്ടം ഘട്ടമായി കൃത്യമായി ഈ കേസ് അന്വേഷിച്ചു വന്നതാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അവിടെ നമ്മൾ കാണേണ്ടത് ഇത്തരമൊരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ ശരിക്കും സർക്കാർ ജാഗ്രതാപൂർണമായ സമീപനം സ്വീകരിച്ചു. കേൾക്കാമോ? കേൾക്കാം സജീഷ്, പറഞ്ഞോളൂ. കേൾക്കാണ്ട്. അതായത് ഇതിനു ശേഷം സർക്കാർ തന്നെ വളരെ ജാഗ്രതാപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചു. ഇനി പാലമായാലും റോഡായാലും ഉണ്ടാക്കിയാൽ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷമേ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാവുന്ന. കാരണം ഇതൊരു നല്ല പാഠമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു മന്ത്രി ചെന്നൈ IIT കുറിച്ച്, മദ്രാസ് IIT കുറിച്ച് ശ്രീ ഹംസ പരാമർശിച്ചല്ലോ. അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതൊന്നും വിട്ടുകളയരുത്. ഡിസൈൻ ചെയ്യപ്പെട്ടത് പോലും ക്രമക്കേടിന് വേണ്ടിയാണ്. ക്രമക്കേടിന് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു പാലം, അതായത് അടിമുടി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മുതൽ. ശ്രീ എ സജീവനുടെ നിശ്ചയമായിട്ടും ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു ക്രമക്കേട് ഇതിനകത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ക്രമക്കേടില്ല, ഞങ്ങളെ കൊണ്ട് പറ്റിയതല്ല അത്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതല്ല അത് എന്ന് ഈ രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ലീഗ് ഇബ്രാഹിം കുഞ്ഞ് സ്ഥാപിച്ചാൽ തന്നെയും അതിൻ്റെ കുഴപ്പമായിട്ട്, അതായത് ഇവർ ചെയ്തത് ശരിയല്ല എന്നതിനുള്ള ഉദാഹരണമായിട്ട് പാലം അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമാണിത്. തെരഞ്ഞെടുപ്പും ഈ പറയുന്ന സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളുമാണ് അതിന് കാരണം എന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണം ആ നിലക്കുള്ളൊരു വിജയം നേടുകയില്ലേ ശ്രീ സജീവൻ? അല്ല, പ്രതിപക്ഷം പറയുന്ന കാര്യം സത്യമാണ്. രാഷ്ട്രീയം ആയിട്ടുള്ളൊരു നീക്കമായി തന്നെ ഇത് കാണാം. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ നീക്കം തെറ്റാണെന്നുള്ളതല്ല. ഇവിടെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ തരം കിട്ടിയപ്പോൾ തങ്ങൾക്കിപ്പോൾ സ്വാഭാവികമായിട്ടും
LDF-നെതിരെ സർക്കാരിനെതിരെയുള്ള 3-4 പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്നതിനിടയിൽ തങ്ങൾക്ക് അനുകൂലമായി കിട്ടിയിട്ടുള്ളൊരു സംഗതി അവർ ഉപയോഗിച്ചു. അത് രാഷ്ട്രീയമായിട്ട് എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്നതാണ്. LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ ഉപയോഗിച്ചു. പക്ഷേ അതിനർത്ഥം ഈ പറയുന്ന പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല, ഇല്ലാത്തൊരു സംഗതി വെച്ചുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെ വേട്ടയാടുകയാണ് എന്നൊക്കെ രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് വലിയ തെറ്റായിട്ട് മാറി. ജനം അത് മനസ്സിലാക്കും. ജനത്തിന് അറിയാലോ, കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നൊരു കാര്യമാണല്ലോ, ആളുകൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണല്ലോ ഈ പാലാരിവട്ട പാലത്തിൻ്റെ കാര്യം. അവിടെ ഇപ്പോൾ ലീഗ് നേതാക്കന്മാർ പലരും പറയുന്നതനുസരിച്ച് ഹൈക്കോടതി ഈ ഭാരപരിശോധന നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടില്ല. വലിയ തെറ്റാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. സംസ്ഥാന സർക്കാർ ഈ ഭാരപരിശോധന നടത്തണമെന്നുള്ള ഹൈക്കോടതിയുടെ അഭിപ്രായമോ അല്ലെങ്കിൽ ഉത്തരവോ പാലിക്കാതിരുന്നു എന്ന് വെച്ചാൽ കുഴപ്പമാണ് ഇരിക്കാം. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഹൈക്കോടതി അതിനെക്കുറിച്ച് പോയിട്ടുള്ളത് സർക്കാർ പോയിട്ടുള്ളത് ഈ സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതി ഒരു തെറ്റായൊരു സംഭവമല്ലല്ലോ. ഹൈക്കോടതിക്ക് മുകളിലുള്ളൊരു കോടതിയാണ്, ഈ രാജ്യത്തെ പരമോന്നത കോടതിയാണ്. അപ്പോൾ ആ കോടതിയാണ് പറയുന്നത് അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതേപോലെ മരട് ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ വിധി എന്തായിരുന്നു? സുപ്രീം കോടതിയുടെ നിലപാട് കർക്കശമാക്കിയത് കൊണ്ടല്ല അത് പൂർണ്ണമായിട്ടും അവസാനം ഇടിച്ചു പൊളിക്കേണ്ടി വന്നത്. അപ്പോൾ സുപ്രീം കോടതി വിധിയെ നമ്മൾ ഹൈക്കോടതി വിധിയെ ലംഘിച്ചതിൻ്റെ പേരിൽ പാപമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സുപ്രീം കോടതി ഉത്തരവാണ്, സുപ്രീം കോടതി നിർദ്ദേശിച്ചനുസരിച്ചാണിത് സംഭവം ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു ഭീകരമായ ഒരു അഴിമതി നടന്നു. ഈ പാലം ദുർബലമാണ്. നേരത്തെ സജീഷ് പറഞ്ഞല്ലേ, ദുർബലമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനു വേണ്ടി അഴിമതിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്നുള്ള ഈ റിപ്പോർട്ടില്ലേ, അതേപോലെ ഉള്ള സംഗതിയാണ്. അവിടെ സർക്കാർ അല്ലെങ്കിൽ ഇതിൽ വിജിലൻസോ അന്വേഷണ ഏജൻസി ഇതിൽ കൃത്യമായിട്ടും ഈ മുൻമന്ത്രിയെ കൊടുക്കാൻ വേണ്ടി പോയതാണ് എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കാം. പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്ത പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള TO സൂരജാണല്ലോ മൊഴി കൊടുക്കുന്നത്. അദ്ദേഹം കൃത്യമായി പറയുകയാണ് മന്ത്രിയാണ് ഈ നിർദ്ദേശം തന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു മൊഴി കിട്ടിയിട്ട് ഈ മിണ്ടാതിരുന്നു എങ്കിൽ BJP-ക്കാർക്ക് കയ്യിൽ കിട്ടുന്ന ഏറ്റവും വലിയ വടിയായിരിക്കും. രക്ഷിക്കാൻ പോകുന്നു ഇതാ UDF LDF-ഉം ചേർന്ന് ഈ ഒരു അഴിമതി ഒതുക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ സജീവൻ താങ്കളിലേക്ക്. ശ്രീ സജീഷ്, ഇവിടെ ഇപ്പറയുന്നത് പോലെ ഒരു മൊഴി ഉണ്ടായിരിക്കുകയും അറസ്റ്റിലേക്ക് പോകാതിരിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾ തമ്മിലുള്ള കള്ളക്കളിയാണ് എന്ന് പറയാവുന്ന നില ഉണ്ടായേനെ. അത് പക്ഷേ മാറി. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത് തുടരാമോ? ഒപ്പം ശ്രീ KS ഹംസ, ഉമ്മൻചാണ്ടി തൊട്ട് ശ്രീ KS ഹംസ വരെയുള്ള ആളുകൾ പറയുന്നൊരു കാര്യം, ഈ കമ്പനിയും ഇത് നിർമ്മിക്കുന്ന അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുമൊക്കെ നടത്തിയ കുറ്റത്തിന് രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളെ കുറ്റപ്പെടുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് ഒക്കെ ശരിയാണോ എന്ന ചോദ്യം കൂടെ അതിനോടൊപ്പം വരും. ശ്രീ സനീഷ്, ഒരു കാര്യം വ്യക്തമായി പറയാം. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സ്പഷ്ടമാണ് കാര്യം. അതായത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. അതായത് ഡിസൈനിങ് മുതൽ ഈ കേരള സർക്കാർ ചെയ്യേണ്ടാത്ത ഒരു കാര്യം NHAI ചെയ്യേണ്ട, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അതിനുള്ള പരിസരം ഒരുക്കിയെടുത്ത് അതിന്റെ ഭാഗമായി ഡിസൈൻ മുതൽ ഇങ്ങോട്ട് അഴിമതി നടത്തിയെന്ന് മാത്രമല്ല, നമ്മൾ വെറുതെ പറയുന്നതല്ലല്ലോ, 33 ചാക്ക് സിമെന്റ് ആണ് ഉപയോഗിക്കുന്നത് 100 ചാക്ക് സിമെന്റിന് പകരം. അങ്ങനെ ഒരു പാലം നിർമ്മിക്കപ്പെടുന്നു, അതിനുള്ള സകല കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ ചെയ്ത ആളുകൾക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് ആയി 8.25 കോടി രൂപ നിങ്ങൾ കരാറിന് വിരുദ്ധമായി, നിയമവിരുദ്ധമായി നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു എന്നതാണ് പ്രശ്നം. അത് പൊതുമരാമത്ത് സെക്രട്ടറി ആയ ജയിലിൽ കിടന്ന ശ്രീ TO സൂരജാണ് പറഞ്ഞിട്ടുള്ളത്. അതുൾപ്പെടെയുള്ള എല്ലാവരും, അതുപോലെ തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥൻ ഉൾപ്പെടെ എല്ലാവരും ഈ കാര്യം തുറന്ന്, മന്ത്രിയുടെ ഇടപെടലിന്റെ കാര്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഈ ശ്രീധരനെ നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും നേതാക്കന്മാർക്ക്? അദ്ദേഹം ഉൾപ്പെടെ വളരെ കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തിയല്ലോ. മാത്രവുമല്ല, നേരത്തെ എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇതെന്തോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാലാരിവട്ടം പാലം ഞങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമോ? അഴിമതിയുടെ ഉദാഹരണം ചോദിച്ചാൽ 1ാം ക്ലാസ്സിലെ കുട്ടി വരെ ഇപ്പോൾ പണ്ടൊക്കെ പറയുക പഞ്ചവടി പാലമാണെങ്കിൽ ഇപ്പോൾ അത് പാലാരിവട്ടം പാലമായി മാറിക്കഴിഞ്ഞു. അത് ലീഗ് മനസ്സിലാക്കണ്ടേ? എന്നിട്ട് അതിന്റെ ഇടയിൽ വന്നിട്ട് സ്വർണ്ണക്കടത്ത് ഒക്കെ പറയാണ്. ലീഗാണ് പറയുന്നതെന്ന് ഓർക്കണേ. ലീഗിന്റെ കൂടപ്പുറപ്പായിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം
ഈ കോവിഡ് കാലത്ത് ആളുകളെ ഇങ്ങോട്ട് കയറ്റി അയച്ചപ്പോ കൂടെ സ്വർണം കയറ്റി അയച്ച KMCC-യുടെ പ്രത്യേക ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഉൾപ്പെടെ സ്വർണം പിടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ സ്വർണവും ലീഗും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നതെങ്കിൽ ആ കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസി വന്നു, NIA വന്നു, കസ്റ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ED ആയി, എല്ലാവരും അന്വേഷിക്കുന്നു. അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്തി മിസ്റ്റർ പറയണ്ടേ? ശ്രീ സജീഷ്, നമ്മൾ ആ വിഷയങ്ങൾ പലതവണ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നത്. ശ്രീ സജീഷ്, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് ഒരു നിമിഷം ഒറ്റ കാര്യം, ഞാനൊരു വാചകം പൂർത്തീകരിക്കാം. അതായത് ഞാൻ പറഞ്ഞു, ആ അന്വേഷണ ഏജൻസികളെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വസ്തുത, നിങ്ങൾക്ക് വല്ലാതെ ഛേദമുണ്ടെങ്കിൽ ആ സ്വർണം അവിടുന്ന് കയറ്റി അയച്ച ആളെയും ഇവിടെ റിസീവ് ചെയ്ത ആളെയും ഉൾപ്പെടെ പിടിക്കാനോ ആ കേസുമായി ബന്ധപ്പെട്ട് പോകാനോ അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നില്ല. നേരത്തെ നമ്മൾ പല ചർച്ചകളിലും ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ അതിനിടയ്ക്ക് ഇടപെട്ടത്. ശ്രീ സജീഷ്, ഒറ്റ കാര്യം, ഒരു പോയിന്റ് കൂടെ വന്നതിന് ശേഷം ഞാൻ താങ്കൾ ഇന്ന് മാറി ശ്രീ KS ഹംസയിലേക്ക് പോയിക്കോളാം. ശ്രീ സജീഷിയുടെ അനവസരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഉമ്മൻചാണ്ടിയും വന്നിട്ടുണ്ടാകും. ഞങ്ങൾക്ക് അതിൽ ഭയമില്ല. ഒറ്റ കാര്യം കൂടി സനീഷ് പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം കൂടി. ഈ സ്വർണ്ണക്കടത്ത് അതെ, ഞാൻ ഇദ്ദേഹം എനിക്കൊരു ചോദ്യം അതിനോട് ചേർത്ത് പറഞ്ഞോളൂ താങ്കൾ. അതായത് ഈ അനവസരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും ശ്രീ സനീഷ് ഒറ്റ വാചകം, ഇതിനോട് ചേർത്ത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയും ഇവിടെ ഏതെങ്കിലും ഏജൻസി അറസ്റ്റ് ചെയ്യുകയോ കേസിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. 120 ദിവസം പരിശ്രമിച്ചിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരെയോ അതിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയോ തൊടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സകല ഏജൻസികളും തലകുത്തി പറഞ്ഞിട്ട്. പക്ഷേ ലീഗിന്റെ 2 MLA-മാർ, ഒരു മന്ത്രി ഉൾപ്പെടെ ഇപ്പൊ ജയിലിലാണ്. ഇനിയും വരിവരിയായി വരാനിരിക്കുകയാണ്. ലീഗ് മാത്രമല്ല, UDF-ന്റെ നേതാക്കന്മാർ ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. അതായത് ഇവിടം കൊണ്ട് തീർന്നില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ശ്രീ KS ഹംസ. എന്ന് മാത്രവുമല്ല, ഈ പാലാരിവട്ടം പാലം കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കേസ് കൂടെ ഉണ്ടല്ലോ. ഈ അഴിമതി പണം നിങ്ങളുടെ പാർട്ടി പത്രത്തിന്റെ അക്കൗണ്ടിൽ വന്നു എന്നൊരു കേസ് മറ്റൊരു ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവിടെ ആത്യന്തികമായിട്ട് ഇതെല്ലാം വന്ന് പാർട്ടിയുടെ എല്ലാ നേതാക്കളുടെയും തലയിലേക്ക് വന്ന് വീഴുമോ എന്ന ഭയപ്പാടിൻ്റെ സമയം കൂടെ ആണോ മുസ്ലിം ലീഗിന് ഇത്? അതുകൊണ്ടായിരിക്കുമോ ഇത് തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ വെച്ച് ഇവർ കളിക്കുന്ന കളിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീ ഹംസ? ശരി, അതിന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് എൻ്റെ നേരത്തെ ശ്രീ സജീഷോട് പറയേണ്ടായിരുന്നു, ഈ മറ്റ് കള്ളക്കടത്തും സ്വർണ്ണ കള്ളക്കടത്തും ഒക്കെ ധാരാളമുണ്ട്. അതുപോലെയാണോ കേരളത്തിലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ കേന്ദ്രമായി വർത്തിക്കുക എന്നുള്ളത് സാധാ കള്ളക്കടത്ത് പോലെയാണോ? എത്ര മോശമായിട്ടാ പറയുന്നത്. എന്ത് തെളിവായിരുന്നു വേണ്ടത്? ദിവസം താങ്കൾ കേൾക്കുന്നില്ലേ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തല്ല നമ്മുടെ ചർച്ചാ വിഷയം. ആ ചർച്ചാ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രീ KS ഹംസക്ക് സന്തോഷമേ ഉണ്ടാവൂ. താങ്കൾ അത് പിടിക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ഹംസ, നമുക്ക് ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കാം. താങ്കൾ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കുകയായിരുന്നു, കൗതുകപൂർവ്വം ഒരു കഥ പറയുന്ന പോലെ. താങ്കൾ എന്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ അത്ര വെപ്രാളം കാണിച്ചാലോ? ഇത്തിരി മര്യാദയ്ക്ക് വേണ്ട ചർച്ചയിലിരിക്കുന്ന സമയത്ത്. ഞാൻ പറയട്ടെ, ഈ എന്ത് കേസാ, എന്ത് തെളിവാ വേണ്ടത്? ദിവസം തന്നെ ഇപ്പൊ എത്ര പ്രാവശ്യം ഇവർ പറഞ്ഞു, അന്വേഷണ ഏജൻസി പറഞ്ഞില്ലേ, ശ്രീ ശിവശങ്കർ പറഞ്ഞിട്ടാണ് സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞില്ലേ? എന്റെ വിഷയം അതല്ല. ഒന്ന്, രണ്ടാമത്തെ സ്വർണ്ണക്കടത്ത് നിരന്തരമായിട്ട് എല്ലാ ദിവസവും ചർച്ച ചെയ്തിട്ട് ഈ വിഷയങ്ങളെല്ലാം ആവർത്തിച്ച് പല നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ്. നമുക്ക് പുതിയൊരു വിഷയം നമ്മുടെ മുന്നിലുണ്ട് ശ്രീ KS ഹംസ. എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഇതിന്റെ അഴിമതി പണം നിങ്ങളുടെ പാർട്ടി പത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന കേസ് കൂടെ ഉള്ള സ്ഥിതിക്ക് നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അപ്പാടെ തന്നെയും വിഴുങ്ങും ഈ കേസ് എന്ന ഭയം കൊണ്ടല്ലേ നിങ്ങൾ ഇബ്രാഹിം കുഞ്ഞ് കുഴപ്പം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്? ഇവരുടെ പോലീസ്, ഇടതുപക്ഷ പോലീസ്, ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ സജീസ് പറഞ്ഞു, ഞങ്ങൾ ഇനി വേറെയും കുറെ ആളുകളെ ഉദ്ദേശിച്ചിട്ടുണ്ട് അറസ്റ്റിലാക്കാൻ എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതന്നെ ആദ്യം പ്രതിയെ കണ്ടെത്തുന്നു, എന്നിട്ട് എങ്ങനെ തുമ്പുണ്ടാക്കാൻ നോക്കി അന്വേഷണം നടത്തി ഇവരുടെ പോലീസ് തന്നെ ഒരു കെട്ടുകഥകൾ ഉണ്ടാക്കി, തിരക്കഥകൾ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. നേരത്തെ ശ്രീ സജീഷ് പറഞ്ഞു, ഞങ്ങൾ ഇനിയും കുറച്ച് ആളുകളെ ഉദ്ദേശിക്കുന്നുണ്ട് ഉള്ളിലാക്കാൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകളെയൊക്കെ ഉള്ളിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ഇത് തന്നെ ഞങ്ങൾക്ക് പറയുന്നത്, ആദ്യമായി പ്രതിയെ കണ്ടെത്തുന്നു,
എന്നിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള തെളിവുകൾ ഉണ്ടാക്കുന്നു. ആ തെളിവുകൾ ഉണ്ടാക്കി ഉള്ളിൽ കൊണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾ മാത്രമാണോ? ഞങ്ങൾ അവിടെ ഭരിച്ചിരുന്നു, നിങ്ങൾ ഭരിച്ചിട്ടില്ലേ? നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ കേരളം കണ്ടതിൽ ഏറ്റവും നെറികെട്ട അഴിമതികൾ നടത്തി 374 കോടി രൂപയുടെ ലാഭം ഈ അഴിമതി നടത്തിയതിന് പാലാരിവട്ടം അഴിമതി കേസിൽ ഈ അഴിമതി സംഭവത്തിൽ കിട്ടിയ അഴിമതി പണം നിങ്ങൾ പാർട്ടി പത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് വിധേയമാവുകയല്ലേ കാര്യങ്ങൾ? അമിത്ഷായുടെ ഇഷ്ടക്കാരാണ് RDS കമ്പനി എന്നതുകൊണ്ട് മാത്രമാണ് ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുവാൻ ഒരു ശുപാർശ പോലും ഈ ഗവൺമെന്റ് നടത്താത്തത്. എല്ലാവരും ഒത്തുകളിക്കല്ലേ ചെയ്യുന്നത്. ലാവലിയും കുംഭകോണവും ഇതിന് പിന്നെ മറച്ചു വെക്കുകയാണ്. ഇപ്പോഴും തന്നെ കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളുടെ മന്ത്രിമാരുടെ ഒരു കോടതി നിങ്ങളുടെ ആണ് താങ്കൾ അതിന് മറുപടി നൽകാത്തതെന്ന് ശ്രീ കെ എസ് ഹംസ വിചാരിക്കും. അതായത് ഈ പാലാരിവട്ടം അഴിമതിയിൽ ഉണ്ടാക്കിയ പണം താങ്കളുടെ പാർട്ടി പത്രത്തിന്റെ അക്കൗണ്ടിൽ വന്നതിന് കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുകയാണ്. അത് ആകപ്പാടെ വന്ന് നിങ്ങളുടെ നേതൃത്വത്തിന്റെ തലയിൽ അപ്പാടെ വന്ന് വീഴും എന്നതുകൊണ്ടാണ് ഇബ്രാഹിം കുഞ്ഞ് കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ സംരക്ഷിക്കുന്നത്, അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുകയില്ലേ? എന്താകും മറുപടി? ഇല്ല സനീഷ്, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഓരോ വർഷവും ഞങ്ങളുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 കോടിയോളം രൂപ ഇപ്പൊ ക്യാമ്പയിനിലൂടെ ചന്ദ്രിക വാർഷിക ക്യാമ്പയിനിലൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷവും ക്യാമ്പയിനിലൂടെ കിട്ടുന്ന പണം ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കൽ പതിവാണ്. അതിന്റെ തെളിവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തെളിവില്ലെങ്കിൽ ഇവരുടെ എന്താ നേരത്തെ പറഞ്ഞ കൂട്ടിലെ തത്ത എന്ന് പറയാൻ പറ്റില്ല. ഈ കൂട്ടിലെ തത്താന്ന് CBI പറയാറുണ്ടല്ലോ. ഇവിടുത്തെ വിജിലൻസിനെ കൂട്ടിലെ തത്താന്നുമല്ല പറയേണ്ടത്, ബോസിന്റെ മുമ്പിൽ വാലാട്ടുന്ന ഒരു ജീവി എന്ന് പറയേണ്ടതല്ലേ. ആ ജീവികളെ ആ വിഭാഗത്ത് കയ്യിലുണ്ടായിരിക്കുമ്പോ എന്തുകൊണ്ട് ആ കേസ് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല? ഇപ്പോഴും തന്നെ ഒരുപാട് കേസുകൾ ഉണ്ടാക്കി അത് നോൺ ബെയിലബിൾ ആക്ട് ഉണ്ടാക്കി എങ്ങനെങ്കിലും ഉള്ളിലാക്കുക എന്നല്ലാതെ ഒരു കോടതിയും ഇത് സംഭവിച്ചിട്ടില്ലല്ലോ. ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശരിയാണ്, ഇവർ ആയുധമെടുത്ത് പ്രയോഗിക്കുന്നത് വസ്തുതയാണ്. അങ്ങനെ സമ്മതിച്ചാൽ തന്നെയും ശ്രീ ഹംസ, ഈ കമറുദ്ദീൻ പോയിട്ട് ബിസിനസ് നടത്തി പൊളിഞ്ഞ് ഈ നാട്ടുകാർക്ക് മുഴുവൻ പണം കൊടുക്കാതിരുന്ന് അവർ ഉദ്ദേശിച്ചിട്ടല്ലോ. അത് അദ്ദേഹം വരുത്തിയ വീഴ്ചയാണ്, കുറ്റമാണ്. ഇവിടെ ഈ പറയുന്ന പാലം ശരിയല്ല, അതായത് ഇവരുണ്ടാക്കിയ കാര്യമല്ലല്ലോ, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. KM ഷാജി പണം വാങ്ങി എന്ന് പറയുന്നത് താങ്കളുടെ തന്നെ പാർട്ടിയിലൂടെ ആളായിട്ടുള്ള നേതാവല്ലേ? അതുകൊണ്ട് ഇതെല്ലാം കൂടെ നിങ്ങൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ അവർ സമയത്തെടുത്ത് പ്രയോഗിക്കുന്നു എന്നല്ലേ? ആ കുഴപ്പം നിങ്ങൾ ചെയ്തതാണ്. അവരുടെ അന്വേഷണ ഏജൻസി കണ്ടെത്തുന്ന ഓരോരോ കാര്യങ്ങൾ, ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ എന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കമറുദ്ദീന്റെ കേസ് നമ്മളിവിടെ ചർച്ച ചെയ്താണ്. അദ്ദേഹം 15 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ ഒരുപാട് ആളുകൾ പാർട്ട്ണർമാരും ഷെയർ ഹോൾഡേഴ്സും ഉണ്ടായിരുന്നു. 10-12 കൊല്ലക്കാലം അവർക്ക് ലാഭവിഹിതം കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു. ലാഭവിഹിതം കൊടുക്കൽ നിന്നു. കമ്പനി പൊളിഞ്ഞപ്പോൾ കുത്തി വന്ന ഒരു കേസ് എങ്ങനെയാണ് ബിനീഷ് കോടിയേരിയുടെ മയക്കുമരുന്ന് കേസിന് മറയാക്കി ഈ ഗവൺമെന്റ് കൊണ്ടുവരിക? ആ സമയത്തല്ലേ കമറുദ്ദീൻ അറസ്റ്റ് ചെയ്തത്? അതിന്റെ പ്രധാന ആളായ MD ഇതേവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കമറുദ്ദീനെ മാത്രമായിരുന്നു അവർക്ക് ആവശ്യം. അങ്ങനെ കമറുദ്ദീൻ അറസ്റ്റ് ചെയ്തു. നേരെ മറിച്ച് അതിന് മറ്റുള്ള അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് ബിനീഷ് കോടിയേരിയെ പോലീസ് മറ്റേതോ പാർട്ടിക്കാരനാണെന്ന് കരുതും. MDയും നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് ശ്രീ ഹംസ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സജീവൻ, ഇവിടെ ഈ പറയുന്ന ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തെയൊക്കെ ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതാണോ ശ്രീ സജീവൻ? അത് ആ വഴിക്ക് ഞാൻ പറയുന്നത്. ഇവിടെ കമറുദ്ദീൻ ആ സമയം ഇങ്ങനെ തെരഞ്ഞെടുത്തു. ഇലക്ഷൻ ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന കാശിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി അല്ല, വിജിലൻസ് അല്ല അന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കുന്ന ED ആണ്. EDയുടെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികളിലൂടെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇബ്രാഹിം കുഞ്ഞിനെ പലതവണ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇപ്പോഴീ കേസിൽ അന്വേഷണം നടത്തുന്ന ED ആണ്. വിജിലൻസ് അന്വേഷിച്ചിട്ട് പോട്ടെ. ഈ അന്വേഷണം നടത്തുന്ന ഈ കഴിഞ്ഞ ദിവസം പോലും ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തിട്ടുള്ളത് ED ആണ്. ED ശരിയായ രീതിയിലാണോ തെറ്റാണോ ഒക്കെ നമുക്ക് അത് വേറെ അന്വേഷിക്കാവുന്ന കാര്യം. ഇതിൽ ഉള്ളൊരു സംഭവം, അന്വേഷണം നടത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാവുന്നതാണ്. ഇവിടെ നേരത്തെ കമറുദ്ദീന്റെ കാര്യം പറഞ്ഞാല്, കമറുദ്ദീന്റെ കാര്യത്തിൽ ആളുകളാണ് പരാതിക്കാരായിട്ടുള്ളത്. അല്ലല്ലോ, ഈ ആളുകൾ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കുറെ ആളുകൾ പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കണ്ടേ? പോലീസ് എനിക്കെതിരെയുള്ള പരാതിയുടെ കാര്യത്തിൽ അന്വേഷിക്കുന്ന നടപടിയെടുക്കാൻ വേണ്ടേ? അത് സ്വാഭാവികമല്ലേ? ഇവിടെ അത് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന പരാതിക്കാർ മുഴുവൻ CPMകാരോ അല്ലെങ്കിൽ
LDF-ൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ആളുകളാണെങ്കിൽ നമുക്ക് ആരോപണം ഉന്നയിക്കാം. അതാണ് അത് ഇതിന്റെ രാഷ്ട്രീയം കാര്യം ശ്രീ ഹംസ. ദുഷ്ടലാക്കേണ്ടെന്ന്. ഇവിടെ അതാണ് അതല്ല. ഇതിന്റെ കാര്യം ശ്രീ ഹംസ. ഈ പരാതി പരാതിക്കാരൻ 115 പരാതി ഒരാൾക്കെതിരെ വന്നാൽ പോലീസ് നടപടിയെടുക്കാതിരുന്നാൽ ആ പോലീസിനെ പിന്നെ പോലീസ് എന്ന് വിളിക്കാനാകുമോ ശ്രീ ഹംസ? അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമ്മളിങ്ങനെ കരഞ്ഞു നടക്കുന്നത് ശരിയായ കാര്യമാണോ? ആകില്ലല്ലോ. ഞാനൊന്ന് നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകണം. ശ്രീ എസ് കെ സജീഷ്, താങ്കൾക്ക് 2 മിനിറ്റ് ഉണ്ട്, പറയാം, താങ്കൾക്ക് പറയാനുള്ളത്. ഒരു കാര്യം വളരെ വേഗത്തിൽ തന്നെ പറയാം. അദ്ദേഹം എന്തെല്ലാമോ കാര്യങ്ങൾ പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബിനീഷിന്റെ കാര്യം പറയുന്നു. ബിനീഷ് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നേതാവാണോ? ഇവിടെ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നത് 2 MLA-മാരാണ്. ഒന്ന് മുൻ മന്ത്രിയാണ്, ജയിലിനകത്തായി. അവരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വിജിലൻസ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതിക്കകത്ത് നേരത്തെ തന്നെ ഈ അഴിമതിയിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പണം കൈമാറിയ രേഖ ഉൾപ്പെടെ വിജിലൻസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ RDX എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ LDF ഗവൺമെന്റ് ഒരു തരത്തിലുള്ള പുതിയ കരാറും നൽകിയിട്ടില്ല. അത് വസ്തുതയാണ്. UDF ഗവൺമെന്റ് കാലത്തുള്ള പണി അവർ തുടരുന്നുണ്ട്. അവരെ നിയന്ത്രിക്കേണ്ടത്, അതിന്റെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമല്ല. പിന്നെ എന്ത് പറയുമ്പോഴും എന്താണ് ലാവലിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ത്യയിലെ 2 കോടതികൾ തെളിവില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ കേസാണ്. ആ കേസുമായി സുപ്രീം കോടതിയിൽ ചെന്നപ്പോ ജഡ്ജിമാർ ചോദിച്ചത്, നിങ്ങൾ തെളിവുമായി വരൂ. 2 കോടതികൾ തള്ളിയ കേസാണ്. അതുമായിട്ട് ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ തെളിവില്ലാത്തതുകൊണ്ട് CBIക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ കണ്ടതാണ്. CBI കോടതിയും ഹൈക്കോടതിയും ഒക്കെ തള്ളിയ കേസാണ്. ഇനി അതും 20 വർഷക്കാലം നിങ്ങൾ കൊണ്ടു നടന്നല്ലേ, ഇനി അത് വില പോകില്ല, അതങ്ങ് മടക്കി വെച്ചാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. അഴിമതിയെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഈ 4.5 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി നിയമസഭയ്ക്കകത്ത് രേഖ വെച്ചുകൊണ്ട് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ വസ്തുത. ഏറ്റവും ഒടുവിൽ നിങ്ങളൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് സർക്കാരിന്റെ വിശ്വാസ പ്രമേയമായി മാറി. പത്രസമ്മേളനം വിളിച്ച് രമേശ് ചെന്നിത്തല പത്രവാർത്തയും കേട്ടിട്ട് പല ആരോപണം ഉന്നയിക്കും. പക്ഷേ നിയമസഭയ്ക്കകത്ത് പറയണമെങ്കിൽ രേഖ വേണം. രേഖ വെച്ച് ഒരു അഴിമതി ആരോപണം ഈ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കാൻ വേണ്ടി ഇതുവരെ പറ്റിയിട്ടില്ല എന്ന കാര്യം കൂടി താങ്കൾ കാണേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ലീഗുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വന്നിട്ടുള്ള കേസുകൾ കമറുദ്ദീനെതിരെ കേസ് വന്നത് ഞങ്ങളാരും പരാതി കൊടുത്തല്ല, ലീഗുകാർ പരാതി കൊടുത്താണ്. ലീഗിന്റെ പ്രവർത്തകർ നേതാക്കന്മാരാണ് പരാതി കൊടുത്തത്. KM ഷാജിക്കെതിരായിട്ടുള്ള കേസിൽ പരാതി കൊടുത്തത് ലീഗിന്റെ നേതാക്കന്മാരാണ്. ഇവരെല്ലാം തട്ടിപ്പ് നടത്തി നിങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പ് സമവാക്യത്തിന്റെയും മറ്റു പലതിന്റെയും ഭാഗമായി പെട്ടുപോയ ആളുകൾ. ശരി, വളരെ നന്ദി ശ്രീ സജീഷ്. എന്നോട് ക്ഷമിക്കണം, സമയമില്ലാത്തതുകൊണ്ടാണ്, ഞങ്ങൾക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയം അതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ സജീഷ്. ഒപ്പം ശ്രീ KS ഹംസ, ഒരിക്കൽ കൂടെ ഞാൻ താങ്കളിലേക്ക് വരുന്നില്ല. താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കൽ കൂടെ തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ KS ഹംസ, വളരെ നന്ദി ശ്രീ A സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. 3 പേർക്കും നന്ദി. ഈ വരും ദിവസങ്ങളിലും സ്വാഭാവികമായിട്ടും പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോകേണ്ടതായി വരും. എന്തായാലും മുൻ മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പായതുകൊണ്ടുള്ള നീക്കമാണ് എന്ന ആക്ഷേപമുണ്ടെങ്കിലും പാലാരിവട്ടം പാലമായതുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുവല്ലോ എന്ന സന്തോഷം നിശ്ചയമായിട്ടും ഉണ്ടാകും. വളരെ നന്ദി അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.